എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവെ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. ദൈവമക്കളെ, വേദഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. പ്രതികൂലത്തിന്റെ നടുവിൽ ആത്മശക്തി കുറഞ്ഞ് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു മനസ്സോടെ, ഏക മനസ്സോടെ കർത്താവിന്റെ ശിഷ്യഗണങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഇവർ അഭിഷേകം പ്രാപിച്ചവരാണ്, ഇവരിൽ ആത്മശക്തി ഉണ്ട്. എന്നാൽ ആ ശക്തി കുറഞ്ഞുപോയി. പ്രതികൂലത്തെ നേരിടാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ നിസ്സഹായരായി അവർ ദൈവത്തോട് ഒരുമിച്ച് ഒരു മനസ്സോടെ നിലവിളിച്ചപ്പോൾ വലിയ ശക്തി അവരിലേക്ക് വന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടുകൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. മുട്ടുള്ളവനാരും അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ നേരം ആത്മശക്തിയുടെ ഒരു ദാരിദ്ര്യം അവിടെ അവർക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഒരു മനസ്സോടെ ഇരുന്നു, അവർ പ്രാർത്ഥിച്ചു, അവർ വലിയ ശക്തി പ്രാപിച്ചു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക്. അപ്പൊ നമ്മുടെ ആത്മീയ നിലവാരം, നമ്മുടെ ആത്മശക്തി കുറയുമ്പോൾ, നമ്മുടെ ദൈവകൃപ കുറയുമ്പോൾ, നമ്മളിലുള്ള ആത്മീയ അനുഭവങ്ങൾ കുറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം. ചിലർക്ക് എത്ര പോയാലും അത് മനസ്സിലാകാൻ പറ്റത്തില്ല. അവരാണ് പൂർണ്ണമായ ലഘൂതിക്കുക. നമ്മുടെ ആത്മശക്തി കുറയുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറയുമ്പോൾ, നമ്മുടെ വചനധ്യാനം കുറയുമ്പോൾ, നമ്മളിലുള്ള ദൈവകൃപ കുറയുമ്പോൾ നമ്മൾ ആത്മാവിൽ മനസ്സിലാക്കണം. ആത്മാവിൽ ഞാൻ ദരിദ്രവാസിയാണെന്ന് മനസ്സിലാക്കണം. ആത്മാവിൽ ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിന്റെ ആത്മീക ദാരിദ്ര്യം മാറി ആത്മീക സമ്പന്നതയിലേക്ക് നമ്മളെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പൊ ആ ദാരിദ്ര്യ ദിവസം അറിയാൻ പറ്റിയില്ലെങ്കിലോ, നമ്മളായിരിക്കുന്ന ആത്മീയമായ അവസ്ഥയുടെ ദാരിദ്ര്യം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നും ആ ആത്മീയ ദാരിദ്ര്യത്തിൽ നമ്മളിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യം. കാരുണ്യ ലോട്ടറി അടിക്കുന്നവര്, പിന്നെ വലിയ വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കി കോടാനുകോടി സ്വത്തുകൾ ഉണ്ടാക്കി സൂഹിക്കുന്നവരൊക്കെ വലിയ വലിയ ഭാഗ്യവാന്മാരാണെന്ന് ലോകം വിധിയെഴുതുമ്പോൾ സർവശക്തനായ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ ശിഷ്യഗണങ്ങളെ, നിങ്ങൾ ആത്മാവിലൊന്ന് ദരിദ്രരാക, നിങ്ങൾ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ. ആ ദാരിദ്ര്യം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീക ദാരിദ്ര്യം കർത്താവ് മാറ്റുന്നത്. എല്ലാം നിലയും പ്രാർത്ഥനാ ദാരിദ്ര്യമുള്ള എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കാൻ കഴിയാത്ത പ്രാർത്ഥനാ ജീവിതത്തിന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയാതെ ആ അനുഭവത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? സ്വത്രം. എല്ലാ നിലയിലും സന്തോഷിച്ച് ജീവിക്കുന്ന നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ നിലയിൽ നമ്മൾ ദാരിദ്ര്യവാസികളാണ്. ശരിയല്ലേ? അല്ലേ ബ്രദറെ? ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി സമാധാനം പരിശുദ്ധാത്മാവിൽ. അപ്പൊ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആരാ? ആ പരിശുദ്ധാത്മാവിന് സന്തോഷം പ്രാപിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ദാരിദ്ര്യം ഇരിക്കുക. ആ ദാരിദ്ര്യം എന്ന് തിരിച്ചറിയണം. നമ്മളെല്ലാം തിരിച്ചറിയണം. നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയാത്ത അനുഭവം നമ്മൾ തിരിച്ചറിയും. ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് നഷ്ടപ്പെട്ടു? പറഞ്ഞേ
രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവനൊരു സന്തോഷമുണ്ട്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. രക്ഷിക്കപ്പെടാത്തവർ ശിക്ഷാവിധിയിലേക്ക് പോവുക. രക്ഷിക്കപ്പെട്ട നമുക്ക് രക്ഷയുടെ സന്തോഷം നമ്മുടെ മുഖത്തുണ്ടാകണം. ഒരു രക്ഷിക്കപ്പെട്ട പൈതലിന് അവന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകും. ആ സന്തോഷത്തിന് പത്രോസ് ഇട്ടേക്കുന്ന ഒരു പേര് ഞാൻ പറഞ്ഞല്ലോ. ആർക്കെങ്കിലും അറിവുള്ളതെന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടുകൂടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ആ വാക്യം വേണമെങ്കിൽ നമുക്കൊന്ന് എടുത്ത് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം എല്ലാവരും എടുത്താട്ടെ. ഈ വാക്യങ്ങളൊക്കെ ഇന്നത്തെ പെന്തക്കോസ്തുകാർ മറന്നുപോയ വാക്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെകഞ്ഞെടുത്ത് നിങ്ങളെ ഗ്രഹിപ്പിക്കാനായിട്ട് എൻ്റെ ഒരു ശ്രമം നടത്തുന്നത്. ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ ഹല്ലേലൂയ അതിന് 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. വായിച്ചിട്ട് ശകലം താഴ്ത്തോട്ട് വെച്ചോ. ഒച്ച ഭയങ്കരമായിട്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ടവൻ ആനന്ദിക്കേണ്ട ആനന്ദം എന്താന്ന് ഇവിടെ പത്രോസ് പഠിപ്പിക്കുന്നു. ഇതൊന്നും പഠിപ്പിക്കാൻ ഇന്നത്തെ പാസ്റ്റർമാരുടെ അവരുടെ നാവ് പൊങ്ങത്തില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ രക്ഷിക്കപ്പെട്ടവന് രക്ഷയുടെ സന്തോഷമുണ്ട്. രക്ഷാനുഭവം പ്രാപിച്ചവന് ആ രക്ഷയുടെ സന്തോഷം അവന്റെ ഹൃദയത്തിലും അവന്റെ മുഖത്തും അവന്റെ സ്തോത്രത്തിലും അവന്റെ ആരാധനയിലും അവന്റെ എല്ലാ ആത്മീക നിലവാരത്തിലും അവനത് പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കും. രക്ഷയുടെ സന്തോഷം പാപം ചെയ്തപ്പോൾ ദാവീദിന് നഷ്ടമായി. ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ആ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. എന്ത് ചെയ്തു? പാപം ചെയ്തപ്പോൾ ആ സന്തോഷം പോയി. കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുമ്പോൾ എന്തെല്ലാം പ്രതികൂലമുണ്ടോ, എന്തെല്ലാം പോരാട്ടമുണ്ടോ, എന്തെല്ലാം വെല്ലുവിളികളുണ്ടോ, അതിൻ്റെ നടുവിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. അത് കഴിഞ്ഞില്ലെങ്കിൽ എന്താ എൻ്റെ അനുഭവം മനസ്സിലാക്കി. ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ചിരിക്കുന്നത് കാണാൻ എന്ത് സന്തോഷമാണെന്ന് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവർ ചിരിക്കുന്നത്. ഈ ഭൂമിയിലേക്ക് പറന്ന് വീണ് കഴിയുമ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവർ കിടന്നിങ്ങനെ ചിരിക്കും. ആ സന്തോഷം കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അതുപോലെ വീണ്ടും ജനനം പ്രാപിച്ച നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം തന്നിട്ടുണ്ട്. അത് പൗലൂസ് പറയുന്ന പേരാണത്. ഹല്ലേലൂയ. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, സന്തോഷവും സമാധാനവും. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ദൈവനീതി ചെയ്യും, വചനമനുസരിച്ചുകൊണ്ടിരിക്കും, ജീവിച്ചുകൊണ്ടിരിക്കും. ദൈവിക സമാധാനം എൻ്റെ ഉള്ളിലുണ്ടാകും. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകരുത്. ഇന്ന് സന്തോഷവും സമാധാനവും ഇല്ലാത്ത ഏക കൂട്ടര് പെന്തക്കോസ്തുകാരാണെന്ന് പറഞ്ഞാൽ അത് സത്യം സത്യം സത്യമാണ്. ഞാനത് മനസ്സിലാക്കിയിട്ട് പറയുക. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു പാസ്റ്റർ, 3-4 പാസ്റ്റർമാരുണ്ടായിരുന്നു.
അതിൽ വി. എ. തോമസ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്. അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുൻപായിട്ട് ഒരു 10-15 മിനിറ്റ് ഒരു പ്രസംഗിക്കാനായിട്ട് അടുത്തൊരു പാസ്റ്ററിനോട് വന്നു. പാസ്റ്റർ ഒരു 15 മിനിറ്റ് ഒന്ന് പ്രസംഗിക്കും, ഒന്ന് ഒരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് പ്രസംഗിച്ചോളാം. അപ്പോൾ പുള്ളി എനിക്ക് പറയാം, എനിക്ക് ദൂതില്ലെന്ന്. അപ്പോൾ എടുത്ത വായിക്ക് വി. എ. തോമസ് ചോദിച്ചു, ദൂതി എലി കൊണ്ടുപോയി? ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താ? രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ, പരിശുദ്ധാഘോഷം പ്രാപിച്ചവൻ, രക്ഷയുടെ സന്തോഷം തിരിച്ചറിഞ്ഞവൻ ഏത് സമയത്തും ഹല്ലേലൂയ അവന് ദൈവവചനം പറയാനും അവന് പ്രാർത്ഥിക്കാനും അവൻ ആത്മീക ശുശ്രൂഷകൾക്ക് അവൻ ഒരുക്കമുള്ളവനായിരിക്കും. കാരണം എന്താ? ആത്മീക ദാരിദ്ര്യം അവനില്ല. മനസ്സിലായോ? ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുക. ആത്മീക ദാരിദ്ര്യം മാറി സമ്പന്നനായിക്കൊണ്ടിരിക്കണം. നമ്മൾ പറയുന്ന ക്ലോസ് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നീ ആത്മീക ദരിദ്രനായി ആത്മീകമായ കർത്താവേ എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും കഴിയില്ല, എന്നെ പഠിപ്പിക്കണം, എന്നെ ഗ്രഹിപ്പിക്കണം, എനിക്ക് കൃപ തരണം. ഈ വേദപുസ്തകത്തിൽ നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 12, 13, 14 അധ്യായങ്ങളൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ സഭയ്ക്കുള്ള കൃപാവരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യായങ്ങളാണ്. ആ കൃപാവരത്തിൽ ദൈവം സഭയ്ക്ക് എന്ത് കൊടുത്തിരിക്കുന്നു? എന്ത് കൊടുത്തിരിക്കുന്നു? കൃപകളും വരങ്ങളും കൊടുത്തിരിക്കുന്നു. അത് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുക്കണം. ആ പ്രാപിച്ചെടുക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന ഒന്നാമത്തെ വിഷയമാണ് മത്തായി 5:3. നമ്മൾ ആത്മാവിൽ ദരിദ്രരാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടാത്ത ആത്മാവിൽ ദരിദ്രരായാൽ ദൈവം നമുക്ക് തരും. നമുക്ക് എന്തുകൊണ്ടൊക്കെ അറിയാവുന്നൊരു ധാരണയുണ്ട്, നമുക്ക് കഴിവുണ്ട്, നമുക്ക് പ്രാപ്തിയുണ്ട്, നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. എനിക്കെന്തൊക്കെ അറിയാവുന്നൊരു ധാരണ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ പിന്നെ ദൈവത്തിന്റെ ആവശ്യമില്ലല്ലോ. അതൊരു ഭക്തൻ ദൈവത്തിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഇന്നലെ വരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്താ പ്രസംഗിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു രൂപരേഖയില്ല. ഞാൻ ദൈവത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ പെരുമ്പാവൂരുള്ള ജനത്തിന് വചനത്തിലൂടെ കൊടുക്കാൻ എന്താ എൻ്റെ ഹൃദയത്തിലേക്ക് തരുന്ന ദൂത്? ഗിരിപ്രഭാഷണം 5-ാം അധ്യായം 1 മുതൽ 16 വരെ. ഇത് പിന്നെ തീരത്തില്ല, അടുത്ത പ്രാവശ്യം അടുത്ത ആഴ്ചയിൽ തീരത്തുള്ളൂ. അതുപോലെ കിടക്ക വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആത്മാവിൽ എപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനുള്ള ഒരാഗ്രഹവും ഒരു താല്പര്യവും ഒരു വാഞ്ചയും നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആത്മാവിൽ ദരിദ്രരാണ്, നമ്മൾ ഭാഗ്യവാന്മാർ. 4ാമത്തെ വാക്യത്തിലേക്ക് വരാം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഏത് ദുഃഖമായത് കൊള്ളാകണ്ട അനുസരണക്കേട് മുഴുവൻ കാണിച്ചു വെച്ചിട്ട് ഇന്ന് ദുഃഖിക്കുന്നവരാണോ ഭാഗ്യവാന്മാർ? സ്തോത്രം. ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ലേഖന ഭാഗത്ത് പത്രോസ് പറയുന്നു, നിങ്ങൾ ദുഃഖിച്ചതിനാൽ ഞാൻ സന്തോഷിക്കുന്നു എന്നൊരു ഭാഗമുണ്ട്. അച്ഛൻ അങ്ങോട്ട് വായിച്ചു. കൊരിന്ത്യർ ലേഖനം ലേഖനവുമായിട്ടുള്ള ബന്ധത്തിലെടുത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറച്ചു നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുദപിച്ചു. എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. അതാണ് നമ്മുടെ ദുഃഖം. അന്ധക്കാര് പോകുമ്പോഴും കയ്യിൽ കാശില്ലാതെ വരുമ്പോഴും വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴും ഉള്ള ദുഃഖമല്ല കേട്ടോ, ആത്മീകമായ ഒരു ദുഃഖം. അപ്പോസ്തലൻ പറയുന്ന പദം നിങ്ങൾ ശരിക്കും വായിച്ച് പഠിച്ചോളൂ. അത് ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. എന്താ ഈ ദുഃഖം? ഒന്നുകൂടി വായിച്ചാട്ടെ. ആ വായിച്ച ഭാഗം ഒന്നുകൂടി ഒന്ന് വായിച്ചാട്ടെ. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്നവരിലും ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറച്ചു നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട്. കുറെ നേരത്തേക്കെങ്കിലും അല്ലേ? കുറെ നേരത്തേക്കെന്നല്ലേ? കുറച്ചു നേരത്തേക്കെന്നാണ്.
കുറെ നേരത്തേക്കെങ്കിലും, കുറച്ചു നേരത്തേക്കെങ്കിലും കുഴപ്പമില്ല, കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുഭവിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. അതെ, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മാനസാന്തരത്തിനായി ദുഃഖിച്ചത്. അപ്പൊ നമ്മുടെ ദുഃഖം മാനസാന്തരത്തിന് വേണ്ടിയുള്ള ദുഃഖമായി മാറണം. എന്റെ ജീവിതത്തിന്റെ തെറ്റുകുറ്റങ്ങളെയും ബലഹീനതകളെയും കണ്ട്, അയ്യോ ഞാനൊരു ബലഹീന മനുഷ്യനാണല്ലോ, എനിക്ക് ഈ പാപത്തിന്മേൽ ജയമെടുക്കാൻ കഴിയുന്നില്ലല്ലോ കർത്താവേ, ഇന്നിന്ന പാപങ്ങൾ എന്നെ പുറകോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവേ, എനിക്ക് ഈ പാപത്തിന്മേൽ എനിക്ക് ജയം തരണമെന്ന് പറഞ്ഞ് ദൈവസന്നിധി കിടന്ന് ദുഃഖിച്ച് നിലവിളിച്ച് കരയുന്ന പെന്തക്കോസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാ ഭാഗ്യവാന്മാർ. അതായത് കുടുംബകലഹം ഉണ്ടായി കിടന്ന് ദുഃഖിച്ച്, കയ്യിൽ സമ്പത്തില്ലാതെ ദുഃഖിച്ച്, ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് വേണ്ടി കൊടുത്ത് പ്രാർത്ഥിച്ച് അത് കിട്ടാതെ വരുമ്പോൾ ദുഃഖിച്ച്. ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ, ഒരു സഭയിൽ ചെന്നപ്പോൾ, ഒരു വീട്ടിൽ ചെന്നപ്പോൾ, SSLCക്ക് വേണ്ടി ഒരു കൊച്ച് പരീക്ഷ എഴുതി തോറ്റുപോയി, കിടന്നങ്ങ് കാറുക. ഞാൻ ഈ കൊച്ചിനോട് എന്താ പറയുക? ഭയങ്കര വിഷമവും ദുഃഖവും. ഞാൻ ചോദിക്കട്ടെ, SSLCക്ക് ഒന്ന് തോറ്റുപോയി, അടുത്ത പ്രതിവിധി എന്താ? രണ്ടാമത് എഴുതിയെടുക്കുക. ഒരു ഉദ്ദേശിച്ച സാധനം നമ്മൾ മേടിക്കാന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റിയില്ല. ഒരു ഉദാഹരണം, ഒരു കാറ് മേടിക്കാൻ പോയി, കണ്ടൊക്കെ വന്നു, നമ്മുടെ പഴയ കാറൊക്കെ കൊടുത്തു, കുറെ കാശൊക്കെ സംഘടിപ്പിച്ച് വന്നു, വേറെ ആളുടെ മേടിച്ചുകൊണ്ട്. അപ്പോൾ നമുക്കെന്തായി? വലിയ ദുഃഖം. ഇത് ഇന്നത്തെ മനുഷ്യരുടെ ദുഃഖം മുഴുവൻ അതാ. ലോകത്തിന്റെ ഭൗതിക കാര്യങ്ങളിൽ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയുന്നത് ഞാൻ എടുത്തു പറയുകയാണ്, നിങ്ങൾ മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ. നിന്റെ ആത്മീക ശോഷണം കണ്ടുകൊണ്ട്, നിന്റെ ആത്മീക ദാരിദ്ര്യം കണ്ടുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, പാടുവാൻ കഴിയുന്നില്ല, ആരാധിക്കാൻ കഴിയുന്നില്ല, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുന്നില്ല, കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല, കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ കഴിയുന്നില്ല എന്നോർത്ത് ദുഃഖിക്കുന്നവരാണോ നമ്മൾ? അതാ ഇവിടെ പറയും, ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാൻ. ഈ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ഒന്നും അറിയൂടാത്തവർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കറിയാം, മീൻ പിടിക്കാനല്ലാതെ ഒന്നും അറിയില്ല. മീൻ പിടിക്കാൻ അറിയില്ല എന്ന് ചോദിച്ചാൽ ഒട്ടും അറിയില്ല. എന്നിട്ട് പോലും ഒരു രാത്രി മുഴുവൻ പിടിച്ചിട്ട് ഒരു വള്ളത്തിൽ പോലും കിട്ടിയില്ല. ഗലീലക്കടലിന്റെ ആഴം നീളം വീതിയൊക്കെ നന്നായിട്ട് അറിയാം, എവിടെ മീനുണ്ട് എവിടെ മീനില്ല എന്ന് പറഞ്ഞ് നല്ല അറിവുള്ളവർ പോലും കിടന്ന് ചക്രശ്വാസം വലിച്ച് ഒരു ദിവസം കിടന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അതിന്റെ പിന്നിൽ വേറെ കാരണങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമ്മുടെ അറിവും നമ്മുടെ കഴിവും നമ്മുടെ പ്രാപ്തിയും ഒക്കെ ഇവിടെ ദൈവസന്നിധിയിൽ ഒന്നും വില പോകത്തില്ല. നമ്മുടെ ദുഃഖങ്ങൾ, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ദുഃഖങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ യാതൊരു വിലയും നൽകുന്നു. നമ്മൾ ദൈവമക്കളാകുന്ന നമ്മൾ സഹോദരിയൊക്കെ പ്രാർത്ഥിയുടെ കർത്താവെ വചനം കേട്ട് ഗ്രഹിക്കാൻ ബുദ്ധി തരണമെന്ന് പ്രാർത്ഥിക്കണം. വചനം ഞാൻ വായിച്ച് പഠിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ദുഃഖത്തോടെ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസന്മാർ വചനം പറയുന്നു, എനിക്കത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, കർത്താവേ എന്നെ സഹായിക്കണമെന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദുഃഖത്തോടെ നിലവിളിയോടെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നുള്ള വാക്യം നമ്മളിൽ നിറവേറ്റും. അതായത് കൊച്ചു തോറ്റുപോയി, അവിടെ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ല, ഒരു രോഗം വന്നു, ഒരു പ്രയാസം വന്നു, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്. ഇതോർത്ത് നമ്മൾ ദുഃഖിക്കുകയും ഭാരപ്പെട്ടുകൊണ്ട് കാര്യമില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിന് സൗഖ്യമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പ്രവാചക പുസ്തകം യെശയ്യാവ് 53:4-5 സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനയെ അവൻ ചുമന്നു. ദൈവവചനമുണ്ട്. രോഗിയായിരിക്കുമ്പോൾ ആ വചനമെടുത്ത് ക്ലെയിം ചെയ്യാം. എൻ്റെ രോഗത്തെ നീ വഹിച്ചു, എൻ്റെ വേദനയെ നീ ചുമന്നു. ഞാൻ എന്തിനാണ് കർത്താവേ ഇത് ചുമന്നോട് നടക്കുന്നത്, എനിക്ക് സൗഖ്യം തന്നാട്ടെന്ന് പറഞ്ഞ് കർത്താവ് സൗഖ്യം തരും. ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം നിങ്ങൾ വിഷമിക്കരുതാരും. ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ അടുക്കൽ മുമ്പും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 1 മുതൽ 100 വരെയുള്ള കൺസൾട്ടാണ് അദ്ദേഹം അപ്പോയിൻമെൻ്റ് ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. നമുക്ക്
ചെന്നപ്പോൾ 85-ാമത്തെ കാർഡാ കിട്ടി. ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രോഗി 10-ാമത്തെ കാർഡാ. ഹലോ, ഈ 85-ാമത്തെ കാർഡിന് എത്ര സമയം എടുക്കും? പറഞ്ഞേ ബ്രദറെ, ഉദ്ദേശം ഒരു 3 മണിക്കൂർ എടുക്കും. ആ 3 മണിക്കൂർ നമ്മൾ അക്ഷമയോടെ ആ ആ ആ നമുക്ക് വേണ്ടി ആ ഒരുക്കിയിട്ടുള്ള സീറ്റിൽ, വിസിറ്റിംഗ് പ്ലേസിൽ നമ്മൾ ഇരുന്ന് പുറത്ത് പോയി ചായ കുടിച്ചിട്ട്, നീ ഇവിടെ ഇരി, ഞാൻ ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു കാര്യം ചെയ്ത്, നീ പോയി ചായ കുടിച്ചിട്ട് വരാം, ഞാൻ ഇവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് ഫോണൊക്കെ നോക്കി എന്തെല്ലാം ഈ 3 മണിക്കൂർ അവിടെ ചെലവഴിക്കും. 1/2 മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ കുറവുകളെ, നമ്മുടെ കുറ്റങ്ങളെ കണ്ട്, കർത്താവേ ഞാൻ രോഗശയ്യയിലായിരിക്കുന്നു, എനിക്ക് സൗഖ്യം വേണം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനയെ അവൻ ചുമന്നുവെന്ന് ദൈവത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവ് എനിക്ക് തന്ന പ്രോമിസാണ്, എനിക്ക് തന്ന വാഗ്ദത്തമാണ്. ഇന്ന് രാത്രി എനിക്ക് സൗഖ്യം തന്നെ മതിയാകുമെന്ന് 1-2 മണിക്കൂർ ദൈവസന്നിധിയിൽ വചനത്തെ അരിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? 3-4 മണിക്കൂർ കഴിയും. 85 അല്ലേ, ഇപ്പൊ 65 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ എത്ര വേണം? 2 മണിക്കൂർ കൂടി ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കും. ഇല്ലെങ്കിൽ ഇല്ല, നിങ്ങൾ പറ. ആ 2 മണിക്കൂർ ദൈവസന്നിധിയിൽ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കുറ്റങ്ങൾ കുറവുകളെല്ലാം കണ്ടുപിടിച്ച് ഈ മത്തായി 5-ൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദുഃഖത്തോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളി ദൈവം കേൾക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഏലിയാവാണെന്ന് തോന്നുന്നു അല്ലേ? ഇസബേലിന്റെ വാക്ക് കേട്ടിട്ട് ഏലിയാവ് എന്താ പറഞ്ഞത്? നീ ആ പ്രവാചകനെ അവരെ കൊന്നതുപോലെ നിന്നെ നാളെ ഞാൻ ശരിയാക്കുന്നു. അവരെന്താ ചെയ്തു? അവൻ ദൈവസന്നിധി കിടന്ന് നാളെ ആ പ്രവാചകനെ പോലെ എന്നെ കൊല്ലുന്നു. ദൈവം എന്താ ചെയ്തു? അവന് ഒരു ദോഷവും വരുത്തിയില്ല. ഏലിയാവിനെ കൊല്ലാൻ ഇസബേലിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, എൻ്റെ പ്രസംഗ ഭാഷ നിങ്ങൾ ശ്രദ്ധിക്കണം, ഏലിയാവിന് മരണമില്ലെന്ന് സ്വർഗം തീർപ്പ് കൽപ്പിച്ചു. ഒരു ഇസബേല് മരണത്തിന് വേണ്ടി വിധി കൽപ്പിച്ച ദൈവഭക്തന്റെ ജീവിതത്തിൽ ദൈവം തീർപ്പ് കൽപ്പിച്ചു. ഏലിയാവേ, നിനക്ക് മരണമില്ല, നിന്നെ കൊല്ലാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഏലിയാവിന്റെ ദൈവത്തെ അല്ലേ നമ്മൾ സേവിക്കുന്നത്? അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ, പൗലൂസിന്റെ, പത്രോസിന്റെ, യോഹന്നാന്റെ ദൈവത്തെ അല്ലേ നമ്മൾ സേവിക്കുന്നത്? എന്താ അവർക്ക് കഴിഞ്ഞ് നമുക്ക് സംഭവിക്കാത്തത്? എന്താ അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞ് നമുക്ക് പ്രാപിക്കാൻ പറ്റാത്തത്? ആത്മാവിൽ ദരിദ്രരാകാൻ പറ്റുന്നില്ല. ദൈവസന്നിധിയിൽ ദുഃഖിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ കുറവുകളെ ഓർത്ത് കരയുവാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ ബലഹീനതയെ ഓർത്ത് കരയുവാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നീ ആത്മാവിൽ ദരിദ്രരാകണം, നീ ആത്മാവിൽ ദുഃഖിതനാകണം. പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരോട് ഇത് പറഞ്ഞപ്പോൾ അവർക്കിത് ആദ്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അത് വിശ്വസിച്ചത്, അത് മനസ്സിലാക്കിയത് ആത്മാവ് വന്നതിന് ശേഷം, പരിശുദ്ധാത്മാവിടെ മേൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതിന്റെ പ്രൂഫ് താൻ തരാം. ആ ഭാഗം കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ പോകും. ബാക്കി അടുത്ത പ്രാവശ്യം എടുക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം. ദുഃഖിതരെങ്കിലും പലരെയും സന്തോഷിപ്പിക്കുന്നവരാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ 6-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിക്കാം. ബഹു, സഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട് എന്നീ തുടങ്ങി അങ്ങോട്ട് വായിച്ചു. 2 കൊരിന്ത്യർ 6-ന്റെ മൈക്ക് വേണം. 2 കൊരിന്ത്യർ 6-ന്റെ ബഹു, സഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട് എന്ന് തുടങ്ങിയ വാക്ക് 4-ാം വാക്യം തൊട്ട് 2 കൊരിന്ത്യർ 6-ന്റെ 4 മുതൽ വായിച്ചാൽ. സകലത്തിലും ഞങ്ങൾ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹു കഷ്ടത, ബഹു സഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കമിഴപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും
ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരായിരുന്നിട്ടും സത്യവാന്മാർ ആരും അറിയാത്തവരായിരുന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതന്മാരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. അവർ ദുഃഖമുണ്ടവർക്ക്, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ. അവർ ദരിദ്രരാണ്, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി. അവർ ഭൗതിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്, പക്ഷെ ആത്മീക സമ്പന്നരാണ്. അവർക്ക് ദുഃഖമുണ്ട്, പക്ഷെ അവർ സന്തോഷിക്കുന്നവരാണ്. ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ വചനം നേരിട്ട് അവരോട് പറയുമ്പോൾ അവർക്ക് അതിന്റെ അർത്ഥമൊന്നും മനസ്സിലായി കാണത്തില്ല. കർത്താവ് അവരെ വിട്ടുപോയി. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിലിരുന്നവരെ പ്രാർത്ഥിച്ച് നിലവിളിച്ച് ദൈവശക്തി പ്രാപിച്ച് ദൈവ പ്രാപിച്ച് അവർ നല്ല ദൈവമനുഷ്യരായി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ദുഃഖത്തിന്റെ നടുവിലും നമുക്ക് സന്തോഷിപ്പാൻ കഴിയും. ഭൗതിക ദാരിദ്ര്യത്തിന്റെ നടുവിലും ആത്മീക ദാരിദ്ര്യത്തിലിരിക്കുന്നവരെ സമ്പന്നരാക്കാൻ കഴിയുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ വചനത്തിന്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് ദൈവമക്കൾ ഇതുപോലെ കാലം മനസ്സിലാക്കി. ഹല്ലേലൂയ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം. സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ നമ്മൾ ചവിട്ടിക്കളഞ്ഞു ഒന്നും ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം. നിങ്ങളുടെ ദുഃഖം എന്തായിരിക്കണം? എനിക്കൊന്നും പ്രാപിക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്കൊരാത്മീകനാകാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് കർത്താവിൽ നിന്ന് നേരിട്ടൊന്നും പ്രാപിക്കാൻ കഴിയുന്നില്ലല്ലോ. കർത്താവേ, പത്രോസിന്റെ ഒരു വാക്യം 2 പത്രോസിലുള്ളത്, നാം പാപസമ്മതമായി മരിച്ച് നീതി ജീവിക്കേണ്ടത് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നമുക്ക് നേരെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നുള്ള വചനം നമ്മുടെ പുസ്തകത്തിലുണ്ട്. ആ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് കയറട്ടെ. ആ തിരുവഴുത്തുകൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് കയറട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഡോക്ടറിന്റെ കൺസൾട്ടിങ് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ 90 നമ്പറിന് വേണ്ടി മണിക്കൂറുകളുടെ കാത്തിരിക്കും. ആ മണിക്കൂറുകൾ ദൈവത്തിൽ ഇരിക്കാൻ എനിക്ക് നിനക്ക് കഴിയും. ഹല്ലേലൂയ. പരിശോധനയുടെയും പ്രതികൂലത്തിന്റെയും നടുവിൽ ഞാൻ ദൈവത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവയുടെ സാക്ഷ്യമുണ്ട്. എന്നോട് എന്താ ഈ അടച്ച് മുറികരിക്കുന്നത്? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്റെ പാട്ട് വന്നു പരക്കൊക്കെ പറയുന്നു. ഞാൻ പ്രാർത്ഥിച്ചിരിക്കുക, എനിക്ക് ശക്തി വേണം, എനിക്ക് കൃപ വേണം, എനിക്ക് ദൈവിക ജ്ഞാനം വേണം, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി വേണം. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾക്ക് പോകാനുള്ള വഴി ഈ 1 മാസം മുമ്പ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, മുഴുവൻ അടച്ചു വെച്ചു. വണ്ടി എടുത്ത് മീറ്റിങ്ങിന് വരാൻ നേരത്തെ വഴി അടച്ചിട്ടില്ല. അനിയനൊരു ചട്ടമ്പിയായിട്ട് ഞാൻ അവൻ്റെ കൂടെ ഒന്നൊന്നുമില്ല, അവൻ വന്നാൽ തല്ലിപ്പൊടിക്കാതൊക്കെ ചെയ്തു, ബഹളമൊക്കെ ഉണ്ടായി, കേസ് കോടതിയൊക്കെ. പക്ഷെ ഇപ്പോൾ ഞങ്ങളെ തടഞ്ഞു വെച്ചോലൊന്നും ഒരു സ്വസ്ഥതയില്ല. കാരണം എന്താ? ദൈവസന്നിധിയിൽ നിന്ന് കരയുക. പഴയ നിലത്തിൽ വാക്യം ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായ നീ അല്ലാതെ സഹായിപ്പാൻ വേറെ ആരുമില്ല ദൈവമേ. ആര് പറഞ്ഞാൽ ആരാ പറഞ്ഞു? ആസ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഒരു ദാസൻ പറഞ്ഞ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ ആരുമില്ല. ഞങ്ങളുടെ വഴി അടച്ചു വെച്ച് ഞങ്ങൾക്കതിലെ പോകണം, നീ ഞങ്ങൾക്ക് തുറന്നു തരണം. അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇന്ന് ഞങ്ങൾ അതിലെ കൂടി യഥേഷ്ടം പോയിക്കൊണ്ടിരിക്കുക. ഒരു തടസ്സമില്ല, ആരെയൊന്നും പറയാറില്ല. ഹല്ലേലൂയ. ഒരു ദിവസം തടഞ്ഞു വെച്ചപ്പോൾ, വീട് പണി തുടങ്ങിയ സമയത്ത് വഴി തടഞ്ഞു വെച്ചു. ആദ്യത്തെ എംസാന്റ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ കക്ഷി മോനെ വിട്ട് തടഞ്ഞു വെച്ചു. ഞാനങ്ങ് വിറങ്ങലിച്ച് നിൽക്കുക. കാരണം വീട് പണി ഞാൻ പ്ലാനും പാസ്സാക്കി 10,000 രൂപ മുടക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ബിൽഡറെ ഏർപ്പെടുത്തി അഡ്വാൻസും കൊടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് 3 ലക്ഷം രൂപ ടെൻഡറും കൊടുത്തു. എല്ലാം ചെയ്തിട്ട് വീട് പണിയാൻ വരുന്നത് എംസാന്റിൽ എന്ത് ചെയ്യേണ്ടി? എനിക്ക് എൻ്റെ ഉള്ളിലൊരു ധൈര്യം അങ്ങോട്ട് കിട്ടി. ഞാൻ എംസാന്റെ വണ്ടിയോടെ നിൽക്കാൻ ഞാൻ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, ആ ചാവിയും കിടക്കാൻ പറ്റും, കൂട്ടിയിട്ടേക്ക് ആ ചാവിയും കിടക്കുന്നു. പുള്ളി പറഞ്ഞു കേൾക്കണോ, ഞാൻ വന്ന് തുറന്നു തരാം. എങ്ങനെ സംഭവിച്ചു? ഞാൻ തുറന്നു തരാം.
എൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു ശക്തി തന്നു, ഒരു ധൈര്യം തന്നു. അങ്ങോട്ട് ചെന്നു. എന്തെല്ലാം പ്രതികൂലങ്ങൾ ശത്രു നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്നാലും, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവ പൈതലെ, നിന്റെ ബുദ്ധിമുട്ട് മാറ്റാനും, നിന്റെ കഷ്ടത മാറ്റാനും, നിന്റെ രോഗം മാറ്റാനും നീ ആത്മാവിലൊന്ന് ദരിദ്രനായാൽ മതി. ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിലൊന്ന് ദുഃഖിച്ചാൽ മതി. നിന്റെ പ്രശ്നങ്ങളെ ഓർത്ത് നീ ദുഃഖിച്ചാൽ മതി. നിന്റെ ദുഃഖം കാണുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ ആത്മീക ദാരിദ്ര്യം കണ്ട് നിന്റെ ആത്മീക സമ്പന്നനാക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഓ ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. അതിന്റെ 2-3 വാക്യമാണ് നമ്മൾ വായിച്ചത്, 4 വാക്യമാണ് നമ്മൾ വായിച്ചത്. 5 തൊട്ടുള്ള പഠനം കർത്താവിന്റെ ഓരോ താമസമെങ്കിലും അടുത്ത പ്രാവശ്യം ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിക്കും. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. പെറ്റ തള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന, പെറ്റ തള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഓ എന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. വൻ കൃപയിൽ എന്നെ ഇന്നയോളം കാത്ത, വൻ കൃപയിൽ എന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും.